ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കട്ടിങ് ബോർഡോ കട്ടിങ് മാറ്റോ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെ ടേബിൾ മേളിൽ കഴിക്കുന്ന സമയം ഈ പറഞ്ഞത് ആരും ഒന്നും നോക്കേണ്ടതല്ല. ഞാൻ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് ആവശ്യമുള്ളതല്ല. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടല്ലേ ഉണ്ടാക്കാം. അപ്പം നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് കട്ടിങ് മാറ്റ് ഉണ്ടാക്കാം. എന്നാലേ നമുക്ക് കട്ടിങ് മാറ്റിലത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കട്ടിങ് മാറ്റ് ഉണ്ടാക്കാനുണ്ടാവില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ എല്ലാവർക്കും കണ്ടുണ്ടോ? ഇത് ഒരു ഹനീബിയാണ്. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ഇത് ഞാൻ ഇന്നലെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ചെയ്തതാണ്. ഇത് ഹനീബി, പിന്നെ പെൻഗ്വിൻ ഉണ്ടോ, ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. അതൊക്കെ ക്രേസിനാണ് കേട്ടോ. ഞാൻ പേപ്പർ കോപ്പി പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ട് അപ്പോൾ ഞാനിത് പോലെ പറയുന്നില്ല. ബട്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിക്ചർ പോകുന്നില്ല. നമ്മൾ ട്രേസിങ്ങിന് വലിയ കാര്യം, പിന്നെ പേപ്പർ ചെറുതായിട്ട് കൊണ്ടാകും, അതൊന്നും നമുക്ക് അത്ര കുഴപ്പമില്ലല്ലോ. അപ്പം ഞാനത് അങ്ങനെ ട്രേസ് ചെയ്തുണ്ടാക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റായിട്ട് തോന്നിയത് എൻ്റെ ഈ ഒരു ആമക്കുട്ടൻ അല്ല, എൻ്റെന്നല്ല, ഈ രാമക്കുട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്യൂട്ടായിട്ട് ഞാൻ ഇതുവരെയായിട്ട് കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഞാൻ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ്. ഇഷ്ടപ്പെട്ടതല്ല, വെറൈറ്റി ആയിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു പാണ്ടയായിട്ട് ഇത് നമ്മൾ ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണ്. ഇനി നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ A4 അല്ല, ബുക്കിലത്തെ ഒരു പേപ്പർ വരും. A4 ഈ കട്ടിങ് മാറ്റ് ഈ ഒരു നെട്ട്വാട ഈ ഒരു ബേസിന് കറക്റ്റായിട്ടുള്ളതായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഞാൻ കുറേ നേരം തമാശ കളിച്ചതെന്ന് വെച്ചിട്ട് വലിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ കോണിലോട്ടാക്കിയിട്ട് എടുക്കുക ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള ബേസായിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത് A4. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിന് നമുക്കെന്ന ബുക്കിലത്തെ ഒരു പേപ്പർ എടുക്കാൻ വിചാരിച്ചിട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിച്ചത് ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഒരു പച്ച റിബണിൽ ഈ ഒരു ബിയറാണ്. പിന്നെ ബിയർ നല്ലൊരു കേസാണ്. പിന്നെ ഈ ഒരു ക്യാപ്പിബാറ നല്ലൊരു മറിയത്തും. പിന്നെ അതേപോലെ തന്നെ ഒരു ബിയറുണ്ടോന്ന്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇത് കാണിച്ചു തന്നില്ലേ. പിന്നെ ഇതൊന്നും പിന്നെ ഇതൊന്നുമാണ്. അപ്പം നമുക്ക് വരയ്ക്കാം. ഞാൻ പ്രൈസ് ഇട്ട് പേപ്പർ കോപ്പി പറഞ്ഞ ആപ്പിലാണ് വരയ്ക്കുന്നത്, ഞാൻ പറഞ്ഞൂലെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പേപ്പർ കോപ്പി ആപ്പിൻ്റെ ഇത് വരികയുണ്ടോ, ഇതാണ് കേട്ടോ. അതേപോലെ അങ്ങനെയാണ് വരാനുണ്ട്. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട പിക്ചർ ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ ആയി കോട്ടിന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ഞെക്കിയതിന് ശേഷം സൂം ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ട വലുപ്പത്തിൽ. എന്നിട്ട് സൂം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലോക്ക് ഇവിടെ ചിഹ്നം ഉണ്ടാവും, ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോക്ക് ഔട്ടാക്കണമെങ്കിൽ നമ്മളെ വോളിയം ഇതാക്കണം, നിൽക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കത് സൂം ഔട്ടും എന്താ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചൊന്നിങ്ങനെ ഇതായിട്ട് അങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പം നമുക്കിത് വരച്ചെടുക്കാം. ഞാൻ ട്രേസ് ചെയ്യാൻ ഈ പേപ്പറിലാണ് കേട്ടോ. ബുക്കിൽ എന്തെങ്കിലും ശ്രമമായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഇതല്ല, ഈ ഒരു പിക്ചറാണ് ഞാൻ എടുത്തത്. ഈ ഒരു പിക്ചറാണ് ഫ്രണ്ട്സ് എടുക്കുന്നത്. ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു പിക്ചർ വരയ്ക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇനി ഈ ഒരു പിക്ചർ വരയ്ക്കണം. എല്ലാ പിക്ചറിലായിട്ട് ഒരു സ്റ്റെപ്പ് തന്നെയാണ് എല്ലാവർക്കും ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ വരയ്ക്കുന്നത് ഇവരെ ട്രേസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം മറ്റൊരു കണ്ടിരിക്കും. ഞാൻ ട്രേസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചുണ്ടായതുകൊണ്ട് അവിടെ ഗ്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് നല്ലോണം വെളിച്ചടിച്ചുകൊണ്ട് ട്രേസ് ചെയ്ത് നടക്കാനില്ല. ഞാൻ ഈ ബുക്കിൻ്റെ പേപ്പറല്ലേ എടുത്താണ്. അപ്പോൾ കുറച്ചും കൂടി നടക്കില്ല. ഞാൻ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് താഴത്തേക്ക് പോയിരുന്നു നോക്കിയിരുന്നു. ഇതൊക്കെ വീടിൻ്റെ മുകളിൽ വശത്താണ്. അപ്പം അങ്ങനെ നിങ്ങൾ
വെളിച്ചം ഇല്ലാത്ത സ്ഥലം നമുക്ക് സിറ്റ് ഔട്ടിലൊന്നും ഇന്നിട്ട് ചെയ്യരുതേ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ക്യാപ്പി വേണ്ട സാധനം എന്ന് വെച്ചാൽ അതിന് വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കാതെ തന്നെ ഇതാണ് കേട്ടോ, ഈ ഒരു പെൻസിലാണ് ഞാൻ ഇന്നെടുത്ത പോച്ചത്, ഞാൻ എൻ്റെ കൈയെത്തിയിട്ടാണ് തോന്നും. പിന്നെ ഇതന്നെ പെൻസിൽ എടുക്കുന്നൊന്നുമില്ല, ഇത് ഡ്രോയിങ് പെൻസിലുള്ള കുറച്ച് കട്ടിയിലാണ്. പിന്നെ പൂമ്പൂരിൻ്റെ ഒരു എറേസർ കട്ടർ പ്ലസ് ഇവിടെ ഈ എറേസറിൻ്റെ പൊടിയാണ് സംഭവമുള്ളത്. അപ്പം ഇനി കുറച്ച് ലൈറ്റായിട്ട് വരയ്ക്കുക, പക്ഷെ കട്ടിയിലെ ഇതൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തായിട്ട് കിട്ടും ചെയ്തു. അമർത്ത് വരയ്ക്കൽ കട്ടികൾ എടുക്കുകയാണെങ്കിൽ അതും കൂടി ശ്രദ്ധിക്കണം, അതും കൂടി പറയണ്ടേ. ഫ്രണ്ട്സ്, നമ്മൾ 2 പിക്ചേഴ്സിനകത്ത് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ടോട്ടലി 4 അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും ഇതും. പിന്നെ ഇങ്ങനൊരു ക്യാപ്പി ബാറിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഒരു ബിയർ ഇങ്ങനെ തൊപ്പി വെച്ചിട്ട് അതിൻ്റെ കുട്ടീനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കുന്നില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ബാക്കി എന്തെങ്കിലും നല്ലോണം ബാക്കി എന്തെങ്കിലും വെച്ച് ഇവിടെ അങ്ങനെയായിട്ടാണ് കണ്ടില്ലേ. ഇതൊക്കെ ഞാൻ മാക്സിമം മനസ്സിലായില്ല. ഇനി നമുക്കിതിന് കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടു ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ മൊത്തം ഐറ്റംസ്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ്. എല്ലാ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. സിസേഴ്സ് പ്ലസ് വന്നിട്ട് കട്ട ടൂൾസും പെൻസിൽ ഉപയോഗിച്ചത്. അതല്ല നല്ലത് എൻ്റെ മനസ്സ് പറയുന്നത്. മെഷീൻ എനിക്ക് ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് സെൻറ്റേഴ്സ് കൊടുത്ത് കാണുന്നതല്ലോ. നമുക്ക് ഈ കളർ പെൻസിൽ മുഴുവൻ തട്ടായിട്ട് ഈ സാധനം ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ. We can take for color. ഔട്ട്ലൈനും കൊടുക്കാതെ ചെയ്യണ്ട ഫ്രണ്ട്സ്. ചെയ്യാതെ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിരുന്നത്. പിന്നെ ലാസ്റ്റ് ഒന്ന് റബ് ചെയ്തെടുക്കാണ്ട് റബ് ചെയ്തെടുക്കാണ്ട് കളറിനായിരിക്കും കാണുന്നുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ സെറ്റപ്പ് ഫ്രണ്ട്സ് സെറ്റപ്പ് ആക്കാം. ഇതിൻ്റെ അടുത്ത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബോൾ അപ്പം നമ്മൾ ഇനി ഇത് മൊത്തത്തിൽ ഈ 2 സാധനങ്ങളും മൊത്തത്തിൽ കളർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല യൂണീക്കായിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ എടുക്കാമെങ്കിൽ ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട പേപ്പർ എന്താ ചോദിക്കാം. പക്ഷെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയ പിക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് വേണമെങ്കിൽ വരയ്ക്കാം. കാട്ടും നിങ്ങൾ ഐഡിയയിൽ വരയ്ക്കാം. എന്നാൽ അതേപോലെ ഇഷ്ടപ്പെട്ട പേപ്പർ എടുക്കാം. പിന്നെ ഞാൻ ഈ വരയ്ക്കുമ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയി കാണിക്കാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ മുകളിലായിരുന്നു. അപ്പോൾ ഇതിലുണ്ടാവും അവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇതപ്പോൾ ഡീറ്റെയിലായിട്ട് ഞാൻ ആ ഇത് നോക്കിയിട്ടൊക്കെ തന്നെ ഞാൻ കളർ ചെയ്താണ്. ഞാൻ ഡീറ്റെയിലായിട്ട് എനിക്ക് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഫോണ് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ട്രേസ് ചെയ്യുന്ന കാണിച്ചു തരാൻ വെച്ചിരുന്നു. പക്ഷേ അവിടെ നല്ല വെളിച്ചമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിന് ഏതായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് സ്റ്റിക്കറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അല്ലേ. നമ്മൾ കട്ട് ചെയ്തെടുക്കണം. Let's take our scissors. Scissors. ഇത് നമ്മൾ വൈറ്റ് പോർഷൻ ഞാൻ മറ്റേനൊന്നും വിടാത്തതുകൊണ്ട് ഇതിനും വൈറ്റ് പോർഷൻ ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ എനിക്ക് കാണിച്ചു തരാൻ വായിക്കുന്നില്ല. കണ്ടു
ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ കെട്ടിയിരിക്കും. നമ്മുടെ പാട്ട് പാടിക്കൊണ്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചിട്ട് ഇല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആയി പോകും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കട്ടിങ് മാറ്റ് ഉണ്ടാക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് A4 ഒട്ടിക്കാൻ നമ്മൾ ഇതിൽ ഗമ്മ് ബുദ്ധിശാലിയല്ലേ? ഫ്രണ്ട്സ് നോക്കുന്നു, ഒരു വർഷം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ A4 എടുക്കാം. This is on cutting mat. We think about it. I said. അപ്പോൾ ഫ്രണ്ട്സ് രണ്ടെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഹാവ് സ്പേസ് കുറച്ച് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അത് എക്സ്ട്രാ ആണ്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇത് നീറ്റ്നെസ്സിലൊക്കെ കിട്ടണം. കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഇവിടെ മൂന്ന് വശത്ത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ കാട്ടാന്ന് വിചാരിച്ചത്. അപ്പോൾ മൂന്ന് വശത്ത് എനിക്കല്ലേ ഈ പോർഷൻ അവിടെ നമുക്ക് കുറച്ച് ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കാട്ടും, ഇവിടെ ഗമ്മ് തേക്കും. ബാക്ക് വശത്ത് ബാക്ക് സൈഡിൽ നമുക്ക് ഗം തേക്കാം. എന്നിട്ട് കണ്ടോ നിങ്ങളെല്ലാവരും കൺകുളിരുന്നു കണ്ടുകൊള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ പോർഷൻ നോക്കും. എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റിക്കർ കുട്ടന്മാരെ ഒട്ടിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഞാനൊരു ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വരയ്ക്കും. ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഹൈലൈറ്റർ വെച്ചിട്ടാണ്. ക്യാമറിൻ്റെ ബ്ലൂ 3 സ്കെയിൽ ഇതാണ് സ്കെയിൽ. ഇത് ഇങ്ങനെയൊന്നും ഇല്ലടാ, പ്രേമമോ ഇളരാങ്കിലോ തോന്നലോ. കാണുന്നില്ല അല്ലേ? ഇതിൽ കാണുന്നില്ല. അതെ, നമുക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ക്യാമറ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് അവളെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്തിരുന്നു. അവളെ ചാനൽ നല്ലത്. എൻ്റെ അമ്മ തുടങ്ങിയ മാല അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചാനലാണ്. അങ്ങനത്തെ സാധനങ്ങൾ ചാനലായതുകൊണ്ട് തന്നെ
ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നല്ലോണം പെർമിഷൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ചോദിക്കേണ്ട ആവശ്യം വീടിനൊക്കെ വിചാരിച്ചു. പക്ഷെ അമ്മ ശരിക്കും നമ്മൾ സമ്മതിച്ചു തന്നു. അപ്പം നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടു. പിന്നെ അതിൽ ആ ബ്രേസ്ലെറ്റ് കാണിക്കണം ഉണ്ടാക്കിയതാണ്. അതിനൊക്കെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർ ആവശ്യപ്പെട്ടോളൂ, കോണ്ടാക്ട് ചെയ്തോളൂ, ഈ കമൻറ്റിൽ അറിയിച്ചോളൂ. ഇന്ത്യയിലൊക്കെ ഒന്ന് കാട്ടിക്കോളൂ കേട്ടോ. ഹൈലൈറ്ററിന് ചെറിയ പ്രോബ്ലം തന്നിട്ടൊന്ന് കളർ ചെയ്ത് കൊടുത്തൊക്കെയും കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ സ്റ്റിക്കർ എന്തായാലും വരും എന്നിട്ട് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡും വരയ്ക്കണം. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിലങ്ങനെയും കൂടി വരയ്ക്കണം. വിലങ്ങനെയോ എങ്ങനെയോ നമുക്ക് എന്തായാലും വരച്ചെടുക്കാം. അപ്പോൾ എനിക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ബെഡ്ഷീറ്റിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതില്ലെങ്കിൽ നമുക്ക് കേട്ടോ. കളർ ദിസ് വേ കൊള്ളായി. അത് മെരികിയ കീര കുഴപ്പമില്ല, പോയി. കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കും. പക്ഷെ ഞാൻ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് വരച്ചത് ഫ്രണ്ട്സിലേക്ക് എത്ര പറ്റിയില്ല. കണ്ടോ കണ്ടോ. ബട്ട് ഫ്രണ്ട്സ്, ദിസ് ഈസ് എൻ കോളം ഐ തിങ്ക്. ബട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സ്റ്റിക്കേഴ്സ് കൊട്ടേഷൻ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കൂടെ കിരി മാരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെച്ച് ഞാൻ എൻ്റെ ഏട്ടനാണ് ഓരോരോ സോങ് ഉണ്ടാക്കും വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെയാണ് ആളുടെ സ്വഭാവം. പ്രത്യേകിച്ച് അറിയാൻ ഏട്ടന്മാരുള്ളവർക്ക്, എനിക്ക് ഏട്ടന്മാർക്ക് അറിയായിരിക്കും. ഇടയ്ക്ക് ഞാൻ കറക്റ്റ് വരച്ചു, പക്ഷേ എനിക്കതെന്താണ് സുഖം തോന്നിയില്ല. ഹൈലൈറ്റർ കളർ മേക്കലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തന്നെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചേക്കാം. നമുക്ക് അടുത്തതായിട്ട് സ്റ്റിക്കേഴ്സ് ഒന്ന് പോച്ചിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഈ പോച്ചിലൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇനി സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഒരു ഹണീബിയില്ലേ, ഹണീബീൻ്റെ ബാക്കിൽ ഗമ്മാക്കാം. ഒരു കീരി ഇപ്പോഴും വന്നു പോയി. അപ്പം ഞാൻ വീഡിയോ പോസ് ആക്കിയിട്ട് ഫ്രണ്ട്സ്, ഒരു കീരിയും ഇരിക്കൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയാണ് pasted it to here. ഇതേന എവിടേക്കാണ് ഇങ്ങോട്ടേക്ക് ഒരു ബുട്ടും പ്ലേസ് ദിസ് പെൻഗ്വിൻ ഹിയർ. സ്നേഹമുൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു എൻ്റെ ഒപ്പം കേട്ടത്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അളമ്പുകൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാറുണ്ട്.
this cute bear pasty here. Zitena, Pachopa. Zitena. Getting match in the final of this way നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ലവ്സ് വരച്ചു കൊടുക്കാണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പർപ്പിൾ കളർ ഹൈലൈറ്റ് എടുക്കുന്നുണ്ട്. ബാക്കി പർപ്പിളിനേക്കാൾ രസം പിങ്ക് ആയിരിക്കില്ല. എൻ്റെ അടുത്ത് അങ്ങനെ 3 കളേഴ്സ് ഹൈലൈറ്ററേ ഉള്ളൂ. ഉണ്ട് ഹൈലൈറ്റേഴ്സ് കമ്മൺ കളറിലാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ കളേഴ്സ് ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുമായിരുന്നു. ഇല്ലെങ്കിൽ ഇത് മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. നമ്മൾ ഫൈനൽ ലുക്ക് കാണിച്ചു ഫ്രണ്ട്സ്. നമ്മൾ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.